അങ്ങനെ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത്തപ്പൂക്കളിവിടെ റെഡിയായോ? അപ്പോൾ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മഞ്ഞൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുക്കിങ്ങാണ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണം ലുക്കാണ് കേട്ടോ. അതായത് അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓണം ലുക്കാണ് ഇപ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ വിട്ടുപോയി, ഇപ്രാവശ്യം 10 അല്ലല്ലോ 11 ഓണമല്ലേ നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ പൊന്നു തമ്പുരാന്, അതായത് നമ്മളെ മഹാബലീനെ വരവേക്കാൻ വേണ്ടിയിട്ടുള്ള അത്തപ്പൂക്കളത്തിന് ഇന്നേക്ക് തുടക്കമായി അല്ലേ. അപ്പോൾ ഇതാ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി ഓണം ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളെല്ലാവരും വിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓണം ദിവസമായ അത്തം ദിനമായ ഇന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സെറ്റുമുണ്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ ഖാദി സെറ്റുമുണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇട്ടത്. അതും ഗ്രീൻ ബോർഡറിൽ വരുന്ന സെറ്റുമുണ്ടാണ്. വളരെ മിനിമലിസ്റ്റിക് ആയ ഒരു ലുക്കാണ് ഞാൻ ഈ അത്ത ദിനത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് പൂക്കളത്തിന് തുടക്കമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിപ്പോൾ കോളേജിലും സ്കൂളിലും ഓഫീസിലും ഒക്കെ ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു കൺഫ്യൂഷനാണ്, ഹായ് ഓണം സെലിബ്രേഷൻ ആയല്ലോ, ഏത് ഡ്രസ്സ് ഇടുക, എങ്ങനത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷനും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്കൂൾ ടൈം ആയാലും കോളേജ് ടൈം ആയാലും വർക്കിംഗ് ടൈം ആയാലും ഒക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഓണം ഫംഗ്ഷന് അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടി ഡ്രസ്സ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ദിവസം ഓരോ ഓണം ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസമായ ഇന്നത്തെ ഓണം ലുക്കിൻ്റെ കൂടെ ഞാൻ മേക്കപ്പും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു ഗെറ്റ് റെഡിയും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സെയിം മേക്കപ്പ് തന്നെയായിരിക്കും എല്ലാ വീഡിയോയിലും ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. സത്യം പറഞ്ഞാൽ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇട്ട് മുഖം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം സൺസ്ക്രീനും ഇട്ടതിന് ശേഷമാണ് ഞാനിവിടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ എൻ്റെ ഷെയ്ഡിൽ വരുന്ന ഫൗണ്ടേഷൻ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡിൽ വരുന്ന ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ അതിനുശേഷം ഞാൻ ലിപ് ബാമും ഇട്ടിട്ട് മുഖം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഏതാ ബ്ലഷ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബ്ലഷ് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം നമുക്ക് ഫേസ്. അപ്പം തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ആവും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ തിരിയും. ഈ ഒരു ബ്ലഷ് സൂപ്പർ കേട്ടോ. നമുക്ക് വൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ബ്ലഷ് ധാരാളമാണ്. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടതുകൊണ്ട് ഐബ്രോസ് കുറച്ച് തിന്നായിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ കാജലിനെ കൊണ്ട് തന്നെ ഐബ്രോസ് ഒന്ന് ഞാൻ വരച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബ്രഷിനെ കൊണ്ട് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സെയിം കാജൽ തന്നെയാണ് ഞാൻ കണ്ണിലിടാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏതാ കാജൽ എന്ന് അറിയണമെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്രാവശ്യം ഒരു പ്രൊഡക്റ്റിൻ്റെ പേരായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം മസ്കാര ഇട്ടിട്ട് ലാഷസ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസിക് ലുക്ക് ആയതുകൊണ്ട് ഒരു ട്രഡീഷണൽ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാനിവിടെ ഐലൈനർ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഐ ലുക്ക് നല്ല നീറ്റായി കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമ്മളെ ഫേസ് വേറെ ലെവലിൽ ലുക്കാവും. അതിൻ്റെ കൂടി ഒരു ചെറിയ പൊട്ടും കൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനവിടെ ആദ്യം ചെറിയൊരു പൊട്ട് വെച്ച് അത് മാറ്റിയിട്ട് എൻ്റെ സാരിക്ക് മാച്ചിങ് ആയ ഗ്രീൻ പൊട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ പൊട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത, പക്ഷേ ഇത് വെച്ചപ്പോൾ എനിക്കെന്തോ ഭംഗി തോന്നിയുകൊണ്ട് ഞാൻ ആ ഒരു പൊട്ട് തന്നെ കേട്ടോ ഫൈനൽ ചെയ്തത്. അതിനുശേഷം ഞാൻ ലിപ് ലൈനറിനെ കൊണ്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ സെറ്റ് മുണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സെറ്റ് മുണ്ട് കൊടുത്തിട്ട് വരാം. ഇതിൻ്റെ കൂടെ ഞാൻ ചെയിനൊന്നും ഇടുന്നില്ല, നേരെ താലി എൻ്റെ കഴുത്തിലുണ്ട്, അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടിൻ്റെ കമ്മലാണ് കേട്ടോ ഞാൻ ഇടുന്നത്, അതായത് ജുംക്കയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ സെറ്റ് മുണ്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടക്കാനൊക്കെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഹെഡ്ഫോൺ കുത്തിയിട്ടുണ്ടായത്, ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ടായത്. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഇല്ലിയിട്ടൊരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കുളിച്ചപ്പാട് നമ്മൾ മുടി കെട്ടുന്ന ഒരു സ്റ്റൈലില്ലേ, അത് വളരെ ട്രഡീഷണൽ വൈബ് തരുന്നൊരു സിമ്പിൾ ലുക്കിന് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അതിൻ്റെ കൂടെ തന്നെ ജുംക്കയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. വേറെ ഒരു ഓർണമെൻറ്റ്സും ഇല്ല. അതിൽ ജുംക്കയും കഴുത്തിൽ ആ നീല ചെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു ചെയിനും ആഡ് ചെയ്തിട്ടില്ല. കാരണം വളരെ സിമ്പിളായിട്ട് വെക്കാനായിരുന്നു ഞാൻ ഈ ലുക്കിന് ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാൻ കയ്യിൽ വള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലൗസിന് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ ബാംഗിൾസ് ആണ്, ത്രെഡിൻ്റെ ബാംഗിൾസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഈ ഒരു ഓണം ഷൂട്ട് ചെയ്യാമെന്ന് പെട്ടെന്ന് സഡേണായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 2 to 3 ഡേയ്സിനുകൊണ്ട് എല്ലാ ഓർണമെൻറ്റ്സും വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത് ഇൻസ്റ്റൈൽ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു പേജായിരുന്നു. ഞാൻ അവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഓർണമെൻറ്റ്സ് വേണം, ഇന്ന ഓർണമെൻറ്റ്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് 2 to 3 ഡേയ്സ് കൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ ഓർണമെൻറ്റ്സും അവർ എനിക്ക് വേണ്ടി ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു മിഡിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. സെറ്റ് മുണ്ടിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ട്രഡീഷണൽ വൈബ് വരുന്ന ഒരു അടിപൊളി ലുക്കാണ്. നിങ്ങൾക്ക് ഒരു ഓണം സെലിബ്രേഷൻ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓണം ലുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലത്തെ അടിപൊളി ഓണം ലുക്സ് എന്നും കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്നു മുതൽ 11 ദിവസത്തേക്ക് മോഡേണും സിമ്പിളും വെറൈറ്റിയും കുറച്ച് ട്രഡീഷണലും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓണം ലുക്സ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാം. അത്തം മുതൽ തിരുവോണം വരെയുള്ള പുതിയ സീസണാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഗൈസ്.